ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിനാണ് നമ്മളിപ്പോൾ ഉത്തരം അന്വേഷിക്കുന്നത്. തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന പൂർവിക ശാപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യം ശാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ശാപം എന്ന് പറയുന്നത് നീ നന്നാവാതിരിക്കട്ടെ, നശിച്ചു പോകട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വഭാവം നന്മ മാത്രമായിരിക്കാൻ ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിൽ ഒരിക്കലും തിന്മയില്ലാത്തതുകൊണ്ട് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്മയുണ്ടാകണമെന്നാണ്. അങ്ങനെ നന്മ മാത്രമായിരിക്കുന്ന ഒരു ദൈവത്തിന് എങ്ങനെയാണ് അവൻ പാപിയാകട്ടെ, ദുഷ്ടനാകട്ടെ, വലിയ ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളാവട്ടെ, നശിച്ചു പോകട്ടെ, നീ ഒരിക്കലും നന്നാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ കഴിയുക? പകരം ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: നീ നന്നായി വരട്ടെ, നിനക്ക് നന്മയുണ്ടാകട്ടെ, നിനക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ, പശ്ചാത്താപം ഉണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ ദൈവം ഒരിക്കലും ആരെയും ശപിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്നൊരു ചോദ്യം, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം, അതിങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്: എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. തലമുറകളിലേക്ക് നീങ്ങുന്ന ശാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ സാധൂകരിക്കാൻ അനേകം ആളുകൾ ഉപയോഗിക്കാറുള്ള ഒരു വചനഭാഗമാണിത്. എന്നാൽ ഈ വചനഭാഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗം കൂടെ വായിച്ചാലേ, മനസ്സിലാക്കിയാലേ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതിങ്ങനെയാണ്. തുടർന്ന് 6-ാമത്തെ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ഇവിടെ എന്താണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഇതൊരു താരതമ്യമാണ്. ദൈവം അനുഗ്രഹിക്കുന്നതിൽ എന്തുമാത്രം തൽപരനാണ് എന്ന് വ്യക്തമാക്കാൻ വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഉപയോഗിക്കുന്ന ഒരു താതാത്മ്യമാണ്. നീ ചെയ്യുന്ന തിന്മയ്ക്ക് 4 തലമുറ വരെയാണ് ശാപം വരിക, ശിക്ഷ വരികയെങ്കിൽ നീ ചെയ്യുന്ന നന്മയ്ക്ക് 1000 തലമുറകളുടെ നന്മയുണ്ടാകും. എന്ന് വെച്ചാൽ ദൈവം ശിക്ഷിക്കുന്നതിൽ വിമുഖനും അനുഗ്രഹിക്കുന്നതിൽ തൽപരനുമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ദൈവം ആരെയും ശപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ശാപം എന്നതും ശിക്ഷ എന്നതും രണ്ടും 2 കാര്യങ്ങളാണ്. ശിക്ഷ തിരിച്ചു വരുന്നതിനുള്ളതാണ്, പരിഹാരം ചെയ്യുന്നതിനുള്ളതാണ്. ഒരാൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ശാപമില്ല എന്നാണ് പറഞ്ഞത്, ശിക്ഷയില്ല എന്നല്ല. അവിടെ നമ്മൾ ഇതേ പ്രശ്നം തന്നെ ഒരിക്കൽ കൂടെ പരിശോധിക്കുകയാണ്. പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കളെ ദൈവം ശിക്ഷിക്കുമോ? നീതിമാനായ ദൈവം ഒരാളുടെ തെറ്റിന് മറ്റൊരാളെ ശിക്ഷിക്കും. ദൈവം ഒരിക്കലും അപ്പൻ്റെ തെറ്റിന് മക്കളെ ശിക്ഷിക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വളരെ കൃത്യമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ: കർത്താവ് എന്നോട് അരുൾ ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നതെന്ത്? ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. വിശുദ്ധഗ്രന്ഥത്തിൻ്റെ ഈ പരാമർശം വിശുദ്ധഗ്രന്ഥത്തിൽ തന്നെ, പഴയ നിയമത്തിൽ തന്നെ വളരെ ശക്തമായി എതിർക്കപ്പെടുകയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ കർത്താവ് വളരെ കൃത്യമായി ഇങ്ങനെ അരുൾ ചെയ്യുന്നു: പിതാക്കന്മാർ പച്ചമുന്തിരി തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇനിമേലിൽ നിങ്ങൾ പറയരുത്. കാരണം പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് പിതാക്കന്മാർക്കാണ് ശിക്ഷ. പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് പിതാക്കന്മാർക്ക് ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് തുടർന്ന് 17-ാമത്തെ തിരുവചനത്തിൽ മക്കളുടെ കാര്യമെടുത്ത് വിശുദ്ധഗ്രന്ഥം പറയുകയാണ്: അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല, അവൻ തീർച്ചയായും ജീവിക്കും. അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല, അവൻ തീർച്ചയായും ജീവിക്കും. പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു എക്സെപ്ഷനുണ്ട്. അതിതാണ്: പിതാക്കന്മാരുടെ അകൃത്യങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിൽ പങ്കുചേരാതിരിക്കുന്ന മക്കൾക്കാണ് ശിക്ഷയില്ലാതിരിക്കുന്നത്. അപ്പൻ്റെ തിന്മയുടെ ഫലം സന്തോഷത്തോടുകൂടെ പങ്കുചേരുന്ന, ആ ഫലത്തിൽ സന്തോഷത്തോടെ പങ്കുചേരുന്ന മകന് അപ്പന് ലഭിക്കുന്ന ശിക്ഷയിലും പങ്കുചേരാനുള്ള കടമയുണ്ട്. അപ്പൻ അയലോകത്തെ വ്യക്തിയുടെ പറമ്പ് വേലി മാറ്റി കെട്ടി കയ്യേറി വെച്ചിരിക്കുന്നുവെന്നറിയാവുന്ന ഒരു മകൻ അപ്പൻ്റെ കാലശേഷം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്തതൊക്കെ അപ്പനല്ലേ എന്ന് പറഞ്ഞ് അതതുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷയിൽ മകനും പങ്കുചേരുന്നേ മതിയാകും.
മാതാപിതാക്കളുടെ തെറ്റിൽ പങ്കുചേരാത്ത ഒരു മകനും മാതാപിതാക്കളുടെ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല. ഈശോ അത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലം അല്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിലും പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കൾക്ക് ശിക്ഷ ലഭിക്കും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നാം കാണുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. പഴയ നിയമം അത് തനി പ്രാകൃതരായിരുന്ന ഒരു ജനത്തെ പക്വതയിലേക്ക് ദൈവം, യഹോവയായ ദൈവം വളർത്തിയതിൻ്റെ ചരിത്രമാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത, ധാർമ്മികതയെക്കുറിച്ച് അറിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനത്തെ ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ എങ്ങനെ ദൈവം പരിശീലിപ്പിച്ച് വളർത്തി, നന്മയിലൂടെ വളർത്തി എന്നതിൻ്റെ ചരിത്രമാണ് പഴയ നിയമം. അതിൽ കർത്താവ് കൊടുക്കുന്ന പല നിയമങ്ങളും വ്യക്തമായ അർത്ഥത്തിൽ ന്യായമല്ല എന്ന് പോലും നമുക്ക് തോന്നാം. പല നിർദ്ദേശങ്ങളും, ഭക്ഷണത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ, അങ്ങനെ പല നിയമങ്ങളും അതിൻ്റെ ആവശ്യം എന്താണെന്ന് തോന്നാം. ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ, അവരെ പരിശീലിപ്പിക്കുക, ചില നിയന്ത്രണങ്ങൾ അവർക്ക് നൽകുക. ഇവിടെ പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കൾ ശിക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ അവരെ ശിക്ഷയെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. എന്ന് വെച്ചാൽ നിൻ്റെ ജീവിതം കൊണ്ട് പോലും ചെയ്തു തീർക്കാനാവാത്തത്ര വലിയ ശിക്ഷയാണ് നിൻ്റെ അകൃത്യങ്ങൾക്കുണ്ടാവുക എന്ന ഭയം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്: ദൈവം ശപിക്കുന്നവനല്ല. ശാപം എന്നത് ദൈവിക സ്വഭാവത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ തലമുറകളിലേക്ക് നീളുന്ന ദൈവശാപവുമില്ല. എന്നാൽ ശിക്ഷ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. തെറ്റുകൾക്ക് ശിക്ഷയുണ്ട്, ദൈവം ശിക്ഷിക്കുന്നവനുമാണ്. പക്ഷേ തലമുറകളിലേക്ക് ശിക്ഷ നീണ്ടു ചെല്ലുമോ? ഒരു സാഹചര്യത്തിൽ മാത്രം. അപ്പൻ്റെ തെറ്റുകൾക്ക്, പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് സന്തോഷത്തോടുകൂടെ അതിൻ്റെ ഫലം അനുഭവിച്ച് ജീവിക്കുന്ന മക്കൾ ആ തെറ്റുകൾക്ക് ഉള്ള ശിക്ഷയിലും പങ്കാളികളായിത്തീരാൻ അത് ഒരു സ്വാഭാവിക നിയമമാണ്. സത്യവിശ്വാസം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ സഭ വഴി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.